എല്ലാവരും കുടുംബക്കാരല്ലേ, ഒരുമിച്ചണ്ട് ഇരുന്നിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി. സുബ്ഹാനല്ലാഹ്, അപ്പൊ നമ്മൾ ശക്തമായ ഒരു നിയമത്തിന് നമ്മൾ കത്തിവെക്കുകയാണ്. കാരണം കുടുംബം എന്ന അർത്ഥത്തിൽ ബഈദായ കുടുംബക്കാരുണ്ട്, നേർക്ക് നേരെ കാണാൻ പറ്റാത്ത ആളുകൾ അതിലുണ്ട്. പുരുഷന്മാരിലുമുണ്ട്, സ്ത്രീകളിലുമുണ്ട്. അവർക്ക് മാത്രമുള്ളൊരു നിയമമൊന്നുമല്ല. ഖുർആനിലൂടെ ആ അംഗങ്ങളെ അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നിസായിലും സൂറത്തുൻ നൂറിലും അള്ളാഹു തആല അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആളുകൾ വ്യത്യസ്തമായ രൂപത്തിൽ തന്നെ മാറി നിൽക്കേണ്ടതുണ്ട്. ഒരുമിച്ചിരിക്കരുത്. അവിടെ ഉപ്പമാര് പറയണം അത് ഇവിടെ പറ്റൂല, അത് വേറെ ഏതോ നാട്ടിൽ നിന്ന് കടമെടുത്തതാണ്, ഇവിടെ ആ സ്വഭാവം പറ്റുകയില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേറെ തന്നെ അവിടെ സദ്യ ഒരുക്കണം, പുരുഷന്മാർക്ക് വേറെയും ഒരുക്കണം. കുടുംബ സൽക്കാരം എന്നാ അതിന്റെ പേര്. എന്റെ പേരെങ്ങനെയാ? കുടുംബ സൽക്കാരം. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു കുടുംബ സൽക്കാരം. സൽക്കാരം നിർത്തിയോളി സുന്നത്താണ്, അതിന് കേടൊന്നുമില്ല. സൽക്കാരം നിർത്തിയോളി, അതിന് കേടൊന്നുമില്ല. ഭക്ഷണം കൊടുത്ത് ഒരു കുടുംബത്തെ സൽക്കരിക്കല്ലേ, നല്ല കാര്യമാണ്, ഒരു കേടുമില്ല. പക്ഷേ ആ സൽക്കാരം കൊണ്ട് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു പോകാൻ പാടില്ല. നിയമങ്ങൾ അവിടെ സൂക്ഷിക്കണം. എല്ലാവരും കുടുംബക്കാരല്ലേ, പുറത്തുള്ള ആൾക്കാരൊന്നുമില്ലല്ലോ, നാട്ടുകാരൊന്നുമില്ലല്ലോ. നമ്മൾ ഒരുമിച്ചിരിക്കില്ലേ എന്നാണ് ചർച്ച തുടങ്ങണത്. തുടങ്ങുമ്പോഴേക്ക് കാരണവന്മാര് പറയണം, അതിനാ നമ്മള് കാരണവന്മാരായത്. പിന്നെന്തിനാ ഈ കല്യാണ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാൻ മാത്രമോ? അതിനാ സാക്ഷിയായിട്ട് ഒപ്പിടാൻ മാത്രം കാരണവരാ? വിഷയങ്ങൾ പറയണ അവിടെ, അതിവിടെ പറ്റൂല. എനിക്ക് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവർക്ക് ഇങ്ങോട്ടും കാണാൻ പറ്റാത്തവരുണ്ട്. ആ ഒരു നിലക്കുള്ള ഒരു ഹയാ ഇല്ലേ, അത് കാത്തു സൂക്ഷിക്കണം. 10 സ്വഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങൾ എണ്ണി പറഞ്ഞപ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, ആ 10 സ്വഭാവങ്ങളിൽ തലവൻ വറസുഹുന്നൽ ഹയാ. ആ 10 സ്വഭാവങ്ങളിൽ ഏറ്റവും മുമ്പി നിൽക്കുന്നത് ഹയാ ആണ്. ഈ വിഷയങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ വരുന്ന മനസ്സിന് വരുന്ന ഒരു വല്ലാത്ത ഒരു വിമുഖതയുണ്ട് അതിനോട്. അത് നമുക്ക് പറ്റൂല, നമുക്ക് ചേരൂല. ആ ഒരു ഹയാ, അതെങ്ങനെയാലും കുഴപ്പമില്ല, അതൊന്നൊരു പ്രശ്നമില്ലാത്ത സംഗതിയാണ് ഇപ്പോ എന്ന് ആരെങ്കിലും പറയുന്നത് നമ്മൾ കടമെടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. അതൊരിക്കലും പാടില്ല. ഞാൻ അങ്ങനെ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. 1ഉം 2ഉം 10ഉം അല്ല, ധാരാളം ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. കടന്നു വരുന്നുണ്ട് പലതും. ആ കടന്നു വരുന്നിടത്താണ് നമ്മൾ വിജയിക്കേണ്ടത്. നമ്മൾ അതിന്റെ തനിമ നിലനിർത്തണം. അതിനാണ് ഈ നസീഹത്തൊക്കെ ഉപകാരപ്പെടുന്നത്.